ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡ് കുറച്ചൊരു തണുത്ത ഒരു മട്ട് പോലെ എനിക്ക് തോന്നി മൊത്തത്തിൽ. ഇന്നലെ അതിലൂടെ ക്യാപ്റ്റൻസിനെയൊക്കെ പറ്റി ചർച്ചയായി ചെയ്തു. പിന്നെ ഏതൊരു കഥ പറഞ്ഞ് ലാലേട്ടൻ തുടങ്ങി, എന്നിട്ട് അതിൻ്റെ ബാക്കി ഓരോരുത്തരായിട്ട് ഇപ്പോൾ പറയാൻ പറഞ്ഞു. അത് കോൺസെൻട്രേഷൻ എല്ലാവർക്കും ഒന്ന് മിസ്സായി പോകേണ്ട അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഗെയിമൊക്കെ കുറച്ചൊരു ബോറിങ് പോലെ തോന്നി. പിന്നെ കുറച്ചൊരു വലിച്ചു നീട്ടി പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് അടിച്ച പോലെ തോന്നി. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസ് നമ്മുടെ ഇഞ്ചി കടിച്ച പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം മിനിങ്ങാന്ന് അതുമാതിരിയാണല്ലോ ലാലേട്ടൻ്റെ അടുത്ത് കൊട്ടിയത്. അപ്പോൾ ഭയങ്കര ഒരു സീരിയസ് മോഡിലൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ എല്ലാവരും ഒരു ഒരു സാമട്ട് എനിക്കിത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഇന്നലത്തെ എപ്പിസോഡ്. പിന്നെ ഇന്നലെ ബിന്നിയാണ് എവിക്റ്റായത്. ബിന്നി ആയിരിക്കും എന്ന് എനിക്കും ഒരു സംശയം തോന്നി. കാരണം ഇപ്പോൾ സാബുമാനെ ആദ്യം സേവ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇതിപ്പോൾ ഈ പ്രാവശ്യം ലക്ഷ്മിയും പോകാൻ പോണില്ല, ബിന്നിക്കിട്ടായിരിക്കും പണിയെന്ന്. സാബുമാനെ തിരിച്ചും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്ത് കണ്ടിട്ടാണ് ആൾക്കാരവിടെ നിർത്തണമെന്ന് അറിയില്ല. സാബുമാൻ, ലക്ഷ്മി, നൂറ ഇവരൊക്കെ കുറച്ചൊരു കണ്ടസ്റ്റൻസ് ഒരു ഒരു ഇൻപുട്ടില്ല അവരുടെ ഒന്നും. ചുമ്മാ അവിടെ ലാലേട്ടൻ പറഞ്ഞ പോലെ മൂന്നാറിൽ വന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം ഇപ്പോൾ ഫിനാലേക്ക് 4 ആഴ്ചയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഗിയറപ്പ് ആവണം എല്ലാവരും, കുറച്ച് എനർജി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു. ഏതായാലും കുറച്ച് പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാം, പാലും മുട്ടയും അത് കഴിച്ചിട്ടെങ്കിലും കുറച്ച് എനർജി ആവട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞു. പിന്നെ ഇന്നലെ അനീഷിൻ്റെ ജയിലിൽ പോയ മൂന്ന് വട്ടത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അത് കുറച്ച് സംസാരിച്ച് കുറച്ച് നീണ്ടുപോയി എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുറേ ലാഗ് അടിച്ച പോലെ തോന്നി എനിക്ക്. അപ്പോൾ മൊത്തത്തിൽ ഇന്നലത്തെ ഒരു ഓക്കെ എപ്പിസോഡായിരുന്നു. അങ്ങനെ കൂടുതൽ ഫണ്ണൊന്നും ആയിരുന്നില്ല.